തെളിനീരൊഴുകട്ടെ നല്ല നാളേക്കായി എന്ന സന്ദേശവുമായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് നീരാളം എന്ന പേരിൽ സമഗ്ര ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. കേരള ഹരിത കേരളം മിഷന്റെ സഹായ സഹകരണത്തോടെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ എന്നിവയുടെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, പൊതുജനങ്ങൾ, വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവരുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും ഈ പദ്ധതിയിൽ പങ്കാളികളായി നേതൃത്വം നൽകും. തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കുക, ഭൂജല സുസ്ഥിരത കൈവരിക്കുക, പ്രകൃതി സംരക്ഷണത്തിന് മുൻകൈയെടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായുമുള്ള സമിതിയിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സാമൂഹിക സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. നീരാളം 2026 എന്ന പേരിൽ ഒരു ജലസാക്ഷരതാ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ ജലസംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖലയാണ്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. ഹരിതകർമ്മ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KE സോമശേഖരൻ ക്ലാസ് എടുത്തു. വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.